എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. രണ്ടും അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് രണ്ടും റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഡോ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് 3 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന് അളന്നിട്ടാണ് എടുത്തിന്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂൺ പഞ്ചസാര, ഇനി ഒരു മുട്ട പൊട്ടിച്ചതും 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം. പാലെടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കുക. ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. എന്നിട്ട് ആവശ്യത്തിന് ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക. നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴക്കുന്നില്ല, ആ ഒരു രീതിയിൽ നല്ലതുപോലെ കുഴച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റോളം നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ മാവിത ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 20 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. ഇനി ഫില്ലിങ് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ 2 സവാള ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ സവാളയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആവണം. അപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അല്പം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ട് 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കണ്ട. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഒരു കൗണ്ടർ ടോപ്പുമ്മലേക്ക് അല്പം മൈദ തൂകിയിട്ട് നമുക്കതിലേക്ക് ഇത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പരത്തി എടുക്കാൻ പറ്റും. അതുകൊണ്ട് പരത്താനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നല്ല ഈസിയാണ് ഇത് പരത്തിയെടുക്കാൻ. അങ്ങനെ നല്ലതുപോലെ നല്ല കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ശരിക്കും ഇത് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ക്യാമറ ഒന്ന് ബ്ലറായി പോയിട്ടുണ്ടേനു. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ നല്ലതുപോലെ കനം കുറച്ച് പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചുരുട്ടി അങ്ങ് റോൾ ചെയ്ത് കൊടുത്താൽ മതി. ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇതുപോലെ വലിയ ഷീറ്റായിട്ട് നിങ്ങൾക്ക് റോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പരത്തുന്നതിന് മുമ്പായിട്ട് മാവ് ഈക്വലായിട്ട് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു മാവ് നന്നായിട്ട് പരത്തിയെടുത്തിട്ട് അത് റോൾ ചെയ്തതിന് ശേഷം ബാക്കി ഉള്ളത് നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി 2 അറ്റവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം സെയിം വലുപ്പത്തിൽ തന്നെ ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുക്കുക കേട്ടോ.
അങ്ങനെ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട നല്ല ലെയറോട് കൂടിയിട്ടാണ് ഇതുണ്ടാവുക. ഈ ഒരു രീതിയിൽ മുഴുവനായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിൽ നിന്ന് ഓരോ പീസ് കൊടുത്തിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ആദ്യം കൈ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചപ്പാത്തി കോല് വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. ഇതാ ഈ ഒരു വലുപ്പത്തിൽ പരത്തിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കിയ ഫില്ലിങ്ങിൽ നിന്നും 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ എല്ലാ ഭാഗത്തു നിന്നും ഇതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചതിന് ശേഷം കൈൻ്റെ വിരൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. അതിനുശേഷം ഇതാ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇനി ബാക്കിയുള്ളത് നമുക്ക് സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ചപ്പാത്തി കോല് വെച്ചിട്ട് പരത്തുന്നില്ലെങ്കിൽ അങ്ങനെ പരത്തണ്ട. കൈ വെച്ചിട്ട് ആദ്യം ഒന്ന് പരത്തിയതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ഇതുപോലെ വിരൽ വെച്ചിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. അതിനുശേഷം കൈൻ്റെ നടുവിലായിട്ട് വെച്ചിട്ട് ചെറുതായിട്ട് വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചീനച്ചട്ടിയിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഈ ഒരു സ്നാക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട ഭാഗവും കൂടി ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലാണ് കറക്റ്റ് ഉള്ളെല്ലാം വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി എണ്ണയിലിട്ടിട്ട് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ സ്നാക്കെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നോമ്പ് തുറക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. അടുത്തത് ബ്രെഡും ചിക്കനും വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഓയിലൊന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇഫ്താർ സ്നാക്കാണ്. ഓവനുള്ളവർക്കും ഓവനില്ലാത്തവർക്കും ഒരുപോലെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ പെപ്രിക്ക പൗഡറും അതില്ലെങ്കിൽ 2 ടീസ്പൂൺ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി 1/4 ടീസ്പൂൺ ഗരം മസാല 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഞാനിതാ ഇതുപോലൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ അത്യാവശ്യം ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് 20 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഒരു 10 മിനിറ്റ് എല്ലാം ആകുമ്പോഴത്തേക്ക് ചിക്കൻ അത്യാവശ്യം വെന്ത് ഫ്രൈ ആയിക്കോളും. അടിച്ച് വെക്കുന്നില്ല, തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മിക്സാക്കി കൊടുക്കുക, അത് മറക്കരുത്. അങ്ങനെ ചിക്കൻ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും 1 തക്കാളിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് നമ്മൾ ആദ്യം ചിക്കനിലേക്ക് ഉപ്പിട്ട് കൊടുത്തല്ലോ, അപ്പം കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരുപാട് അങ്ങ് മിക്സ് ചെയ്ത് വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ വെന്ത് പോവണ്ട, ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പിസ്സ സോസ് ഒഴിച്ച് കൊടുക്കാം. പിസ്സ സോസ് കയ്യിലുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കെച്ചപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടിട്ട് ഇത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം.
അപ്പോൾ പിസ്സ സോസും ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു സോസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം മയോണൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ പിസ്സ സോസ് ഇല്ലെങ്കിൽ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ചില്ലി സോസ് ഇല്ലെങ്കിൽ മയോണൈസും കെച്ചപ്പും മാത്രം മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത്, അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് അൺസാൾട്ടഡ് ബട്ടറാണ്, അതുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾ സാൾട്ടുള്ള ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് മിക്സാക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച ബട്ടറാകുമ്പോൾ ഒരു 1-2 മണിക്കൂറോളം പുറത്ത് വെച്ചതിന് ശേഷം എടുക്കുക. എല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിതാ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോ ബ്രെഡും എടുത്തിട്ട് നമുക്ക് ചപ്പാത്തിക്കോല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് നല്ലോണം അങ്ങ് പരത്തി കൊടുക്കണ്ട, ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയ സോസിൽ നിന്നും കുറച്ച് സോസ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കിയ ഫില്ലിങ്ങിൽ നിന്നും 1 ടേബിൾ സ്പൂണോളം ഫില്ലിങ് എടുത്തിട്ട് ബ്രെഡിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് മുസറല്ല ചീസ് എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ വെച്ച് കൊടുക്കുക. ആ ഒരു ഫില്ലിങ് വെച്ചതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. ചീസ് ഇല്ലെങ്കിൽ ചീസ് ഇല്ലാതെയും ഇത് ചെയ്യാം. പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് അതെല്ലാം ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഈ ഒരു രീതിയിലൊന്ന് മടക്കിയതിന് ശേഷം ടൂത്ത് പിക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക, ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ബ്രെഡ് ഓരോന്നോരോന്നായിട്ട് പരത്തി റെഡിയാക്കുന്നതിനേക്കാളും എളുപ്പം ആദ്യം തന്നെ കുറച്ച് കൂടുതൽ ബ്രെഡ് ഇതുപോലെ പരത്തി വെക്കുക. അതിനുശേഷം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്താൽ മതി. ഓരോന്നോരോന്നായിട്ട് പരത്തി ചെയ്യുമ്പോൾ ടൈം കൂടുതലാണ്. ആദ്യം തന്നെ കുറച്ച് കൂടുതൽ പരത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി കഴിയും. അപ്പം അതുപോലെ ചെയ്യാം. ഞാൻ വീഡിയോ കാണുന്ന സമയത്ത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫില്ലിങ് തീരുന്നത് വരെയാണ് റെഡിയാക്കിയത്. അപ്പോൾ ഫില്ലിങ് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ റെഡിയാക്കി വെക്കുക. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 2 രീതിയിൽ ബേക്ക് ചെയ്യുന്നുണ്ട്, ഒന്ന് ഓവനിൽ വെച്ചിട്ടും ഒന്ന് പാനിൽ വെച്ചിട്ടും. അപ്പോൾ ഓവനിൽ വെക്കുന്ന ട്രേയിലേക്ക് ഒരു ബട്ടർ പേപ്പർ വിരിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ബ്രെഡെല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ബട്ടർ ഉണ്ടല്ലോ, ഗാർലിക്കും ചില്ലി ഫ്ലേക്സും മല്ലിയിലെല്ലാം ഇട്ട് മിക്സാക്കിയ ബട്ടർ, അത് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ബ്രെഡിൻ്റെ മുകളിലായിട്ട് സൈഡിലും അവിടെ ഇവിടെയൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ബേക്കായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഈ ഒരു ബട്ടർ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഇതിൽ വരുമ്പോൾ. വെറും ബ്രെഡിൽ ഇതുപോലെ ബട്ടർ ഗാർലിക് സ്പ്രെഡാക്കിയിട്ട് ഒന്ന് ബേക്ക് ചെയ്ത് കഴിച്ച് നോക്കുക, അങ്ങനെയും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ആക്കുക. അതിനുശേഷം ഇത് വെച്ചിട്ട് 180 ഡിഗ്രിയിൽ തന്നെ ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ ചീസെല്ലാം മെൽട്ടായി നന്നായിട്ട് തന്നെ റോസ്റ്റായി വരും. ആ ഒരു സമയത്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഓവനിൽ വെച്ചിട്ട് വരാം. ഇനി നമുക്ക് കുറച്ച് പാനിലും ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കിയ ആ ഒരു ബട്ടർ ഉണ്ടല്ലോ, പാനിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അതിനുശേഷം ബ്രെഡ് ഇതുപോലെ എടുത്ത് വെച്ച് കൊടുക്കുക. ഓവനില്ലാത്തവർക്കും ഓവനുള്ളവർക്കും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അങ്ങനെ ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടും ബട്ടർ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അതിലേക്കും ബട്ടറെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ തീയിലൊരു 10 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് ഇത് ചീസെല്ലാം മെൽറ്റായി റെഡിയായി വരും.
ചെറിയ തീയിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഓവനിൽ വെച്ചത് ഇതാ ബേക്കായി കിട്ടിയിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് ഇതാ ഈ ഒരു രീതിയിൽ ബേക്കായി കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാ അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പാനിൽ വെച്ചത് എന്തായി നോക്കാം. ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതാ ചീസെല്ലാം അത്യാവശ്യം നല്ലതുപോലെ തന്നെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചും കൂടെ ബട്ടർ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ സ്പ്രെഡാക്കി കൊടുക്കുക. ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മുകൾ ഭാഗം ഒന്ന് നമ്മൾ ഓവനിൽ വെച്ചതുപോലെ തന്നെ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരുന്നുള്ള പേടിയൊന്നും വേണ്ട. ചീസെല്ലാം മെൽറ്റായതുകൊണ്ട് തന്നെ ഫില്ലിംഗ് പുറത്തേക്കൊന്നും വരില്ല. മറിച്ചിട്ടിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് തന്നെ ആ ഒരു ബ്രെഡിൻ്റെ ഭാഗം ഇതുപോലെ റെഡിയായി കിട്ടും. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തതും പാനിൽ ബേക്ക് ചെയ്തതും സെയിം രീതിയിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ഇതെടുത്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കുറേ സമയമൊന്നും വെക്കണ്ട. മറിച്ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മറിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എടുക്കുക. ബ്രെഡല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തതും ഇത് നമ്മൾ പാനിൽ ബേക്ക് ചെയ്തതും രണ്ടും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കുമ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും മതിയാവില്ല, അത്രയും നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ 2 സ്നാക്ക് റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.